വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമുക്കെല്ലാം ഒന്നാകെ വരാറുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായി നമ്മൾ പ്രതിസന്ധി നേരിടുമ്പോൾ എല്ലാ ഭാഗത്തും സാമ്പത്തികമായി ഞെരുക്കം നമുക്കുണ്ടാകും. അവിടെ കുറിൻ്റെ പൈസൻ്റെ വിളിക്കും, ഇവിടെ ആരെങ്കിലും തരാനുള്ള ആളുകൾ അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് വിളിക്കും, അല്ലെങ്കിൽ കൊടുക്കാനുള്ള ആളുകൾ വിളിക്കും, അല്ലെങ്കിൽ എന്നോ നമ്മൾ കടം വാങ്ങിപ്പോയാൽ നമുക്ക് ഓർമ്മ പോലും ഇല്ലാത്ത ആൾ വിളിച്ചിട്ട് പറയും, നീ പണ്ടൊരു 10,000 വാങ്ങി 5,000 വാങ്ങി അതെനിക്ക് തിരിച്ചു വേണം, ഇപ്പോൾ ഞാൻ ലേശം പ്രയാസത്തിലാണെന്ന് പറയും. അതേപോലെ ഫിനാൻഷ്യലി നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മളെ സ്വന്തം മുതലാളി ആയാലും നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഇവിടെ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഓണർമാരായിരുന്നാൽ പോലും അവർ പോലും നമ്മളെ കൈവയ്യും, ഇപ്പോൾ നമുക്ക് നിന്നെ സഹായിക്കാൻ ഒരു നിർഭാവമില്ല, ഇപ്പോൾ ഞാൻ ലേശം ബിസിനസ് ലേശം ഡൗൺ ആണ്, ഇപ്പോൾ ലേശം ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. അതേപോലെ നമുക്കൊരുപാട് ഭാഗത്തുനിന്ന് ഏറ്റവും നല്ല സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളായ 5 സുഹൃത്തുക്കൾ എന്നറിയപ്പെടുന്ന ഏറ്റവും നല്ല സുഹൃത്തുക്കൾ പോലും ഫിനാൻഷ്യലി ഭയങ്കരമായ ബുദ്ധിമുട്ടിലായിരിക്കും അവരുണ്ടാകുക. അറിഞ്ഞിട്ട് നമ്മളെ സഹായിക്കാതെയല്ല, മറിച്ച് അവർ മനഃപൂർവ്വം സഹായിക്കാതെയല്ല, മറിച്ച് അവർ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, നമ്മളെ സഹായിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഭയങ്കരമായ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും. ആ സമയത്തായിരിക്കും നമ്മൾ മൊബൈലിൻ്റെ സ്ക്രീൻ കാർഡ് അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഡിസ്പ്ലേ പോവുക, ഒന്ന് വീണ് പോവുക, അങ്ങനെ പ്രയാസത്തിന് നമ്മൾ പ്രയാസം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അന്ന് ബാങ്കിൽ വെച്ച് അതിൻ്റെ ഒരു പേപ്പർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ അടവ് മുടങ്ങി, അങ്ങനെ പല രീതിയിൽ എല്ലാ രീതിയിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നരപ്പാടെ വരുന്ന സമയത്ത് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകൾ. അതേപോലെ സ്നേഹത്തിൻ്റെ ഇതാണെങ്കിൽ കാമുകി പിണങ്ങിപ്പോയ അവസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ, ഒരു പ്രവൃത്തി ചെയ്തു പോയതിൻ്റെ പേരിൽ, അറിയാതെ നമ്മളിൽ നിന്ന് വന്നു പോയ ഒരു തെറ്റിൻ്റെ പേരിൽ അവർ ഭയങ്കരമായി മൂഡ് ഓഫ് ആക്കുന്ന, എൻ്റെ ഫോണിൽ ചാർജില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, അങ്ങനെ പല രീതിയിൽ നമ്മളെ ഒഴിവാക്കുന്ന കമൻറ്റുകൾ പറഞ്ഞ് ഒഴിവാക്കുന്ന മെസ്സേജുകൾ അയച്ച് നമ്മൾ വിട്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഉള്ള അവസ്ഥ. അതേപോലെ ഭാര്യ ഭർത്ത ബന്ധത്തിലാണെങ്കിലും അവിടെ ഭയങ്കരമായ വിള്ളൽ, ചെറിയൊരു കുട്ടിയുടെ പേരിൽ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും കുടുംബം വന്നിട്ടാകുമ്പോൾ നമ്മൾ പരിഗണിക്കാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മൾ ഗൾഫിൽ നിന്ന് പോകുന്ന സമയത്തോ വരുന്ന സമയത്തോ നമ്മൾ അവരെ കുടുംബത്തിൽ പറയാത്തതിൻ്റെ പേരിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂസ് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു അശ്രദ്ധ കാരണം, ഒരു ചെറിയ ഒരു പ്രശ്നം കാരണം ഭയങ്കരമായ ഒരു പ്രശ്നം, തീപ്പൊരി തന്നെ ആ ദാമ്പത്യ ബന്ധത്തിലുണ്ടാകുന്ന അവസ്ഥ, മക്കളിൽ പ്രകടമാകും. മക്കളിൽ ആ ഒരു മാതാവും നമുക്കറിയാം, ഭാര്യ ഭർത്താവ് മാത്രമല്ല നമ്മുടെ കുട്ടികൾ, നമ്മളെ കണ്ടുവരുന്ന കുട്ടികളിലും അത് ഇമോഷണൽ സൃഷ്ടിക്കും, പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ ഭയങ്കരമായി നമുക്ക് ടോർച്ചർ ഉണ്ടാകുന്ന ഒരു ഭയങ്കരമായ മാനസികമായ ഒരു അവസ്ഥ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥ അങ്ങനെ സംഭവിക്കാം ജീവിതത്തിൽ. അതേപോലെ ഇവിടെ മാത്രമല്ല, നമ്മൾ ഫിനാൻഷ്യൽ മാത്രമല്ല, കുടുംബത്തിൽ മാത്രമല്ല, ശാരീരികമായി നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടാറുണ്ട്. ശാരീരികമായി ഭയങ്കര ബുദ്ധിമുട്ടുന്ന സമയം നമുക്കൊരു കാലുവേദന വന്നു, ഒരു നെഞ്ഞുവേദന വന്നു, നമ്മൾ ആശുപത്രിയിൽ പോയി. സാമ്പത്തികമായി മാത്രമല്ല ശാരീരികമായി നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയം, ഒരു കൈവേദന വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആസ്മൻ്റെ പ്രശ്നം വന്നു, അല്ലെങ്കിൽ വേറെ ഒരു നെഞ്ഞുവേദന വന്നു, നമ്മൾ ആശുപത്രിയിൽ പോകുന്ന സമയത്ത് പറയാം, ഒന്ന് TT എടുക്കണം, ഒന്ന് ECG എടുക്കണം, ഒന്ന് നിങ്ങൾ മൂത്രം ടെസ്റ്റ് ആക്കണം, ഒന്ന് ഷുഗർ നോക്കണം. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം വർഷങ്ങളിങ്ങനെ പെട്ടെന്ന് കടന്നു പോകുന്ന നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഷുഗർ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രഷർ ഉണ്ടാവും, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവും, അല്ലെങ്കിൽ യൂറിക് ആസിഡ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നരപ്പാടെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും യൂറിക് ആസിഡ് അങ്ങനെ എല്ലാത്തിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട് സംഭവിച്ചിട്ട്. അപ്പായിരിക്കും കൈവേദന വരിക, അപ്പായിരിക്കും കാലുവേദന വരിക, അപ്പാന്ന് മുടി കൊഴിച്ചിൻ്റെ പ്രശ്നം നമ്മൾ കാണുക. അപ്പോഴാണ് കാഴ്ച ശക്തിയുടെ ഒരു പ്രശ്നം. നമുക്ക് ഭയങ്കരമായ കാഴ്ച അന്നുണ്ടായിരുന്നു, ഇന്ന് നമുക്ക് ചെറിയ അക്ഷരങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല, 40 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ കാഴ്ചയുടെ ഒരു പ്രശ്നം അവിടെയും പ്രശ്നം, ചില സമയത്ത് നമുക്ക് കേൾക്കാത്തൊരവസ്ഥ, അങ്ങനെ പല രീതിയിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഒറ്റൂടും പ്രശ്നം എന്ന് പറയുന്നത് പോലെ പല ഭാഗത്തും പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ തരണം ചെയ്യാൻ, നമ്മൾ പ്രതിസന്ധി നേരിടാൻ നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് നമ്മൾ ഈ സമയത്തൊക്കെ, ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ പ്രതിസന്ധികൾ നേരിടാം, എങ്ങനെ നമുക്ക് തരണം ചെയ്യാം എന്നതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. നല്ല ആളുകൾ, നമ്മൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളായി കണ്ടിരുന്നപ്പോൾ, നമ്മൾ ഏറ്റവും നല്ല മോട്ടിവേറ്ററായി കണ്ടിരുന്നപ്പോൾ അവർ പോലും നമ്മളെ കൈയൊഴിയുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഏറ്റവും നല്ല സൊല്യൂഷനായി പലരും പറയാറുള്ളത് നമ്മളെ കുട്ടിക്കാലമാണ്, വളരെ ചെറിയ കുട്ടിക്കാലം. നമുക്കറിയാം 3 വയസ്സുള്ള സമയം നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. മറ്റു കുട്ടികളിലേക്ക് നമ്മൾ നോക്കുക, നമ്മളെ കുട്ടികളേക്ക് നമുക്ക് നോക്കുക, കുടുംബത്തിലെ കുട്ടികൾ, അല്ലെങ്കിൽ അയൽപക്കത്തിലെ കുട്ടികൾ, ചെറിയ കുട്ടികൾ എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർക്ക് അമിയുന്നത്, എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവർ ഒന്ന് നടക്കാൻ ശ്രമിക്കുന്നത്, ഒന്ന് പെരന്ന് പോയി ഒരു സാധനം എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, എത്ര പ്രാവശ്യം മെനക്കെട്ട് അവരൊന്ന് കമിയുന്നത്, ഒന്ന് ചെരിയുന്നത്, ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത്, ഒന്ന് നടക്കുന്നത്, അങ്ങനെ പല രീതിയിൽ അങ്ങനെ നോക്കാം. അതേപോലെ ഒരുപാട് വർഷങ്ങൾ പിന്നോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, ഹൈസ്കൂളൊക്കെ പോകുന്ന സമയം, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 6 വയസ്സുള്ള സമയം ഭയങ്കരമായ പ്രയാസത്തിലൂടെ, സ്ട്രെസ്സിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഭയങ്കര പ്രയാസം, ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ
നമുക്ക് പറയാം, നമുക്ക് പലർക്കും അറിയാം ഭക്ഷണമില്ലാത്തൊരു പേരിൽ പണ്ട് അയൽവത്ത വീടുകളിൽ നമ്മൾ പോകാറുള്ളത് പോലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ പോയ അവസ്ഥ നമുക്കുണ്ടായിരുന്നു. അതുപോലെ ആ ഒരു 6 വയസ്സ് 7 വയസ്സുള്ള സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നമുക്ക് വരുമ്പോൾ അത് നമ്മൾ തരണം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആലോചിച്ചാൽ തന്നെ നമുക്കറിയാം എത്രമാത്രം സ്ട്രെസ്സിലൂടെ എത്രമാത്രം വിഷമത്തിലൂടെ പ്രയാസമാണ് നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നിട്ട് ഇതൊക്കെ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് നിസ്സാരമായി തോന്നാം. കാരണം നമ്മൾ ആ പഴയത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓർമ്മിക്കുക. അപ്പോൾ നമ്മൾ എത്രയോ നമ്മൾ തരണം ചെയ്തിട്ടുണ്ട്, ഇതും നമ്മൾ തരണം ചെയ്യും. ഈ പ്രതിസന്ധിയും ഈ പ്രയാസവും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും ഈ ആരോഗ്യകരമായ പ്രശ്നങ്ങളും എല്ലാം മറികടക്കും. എല്ലാം ഒരു നമുക്കറിയാം ഇന്ന് ക്യാൻസറിൻ്റെ ഏറ്റവും ടോപ്പ് സ്റ്റേജിൽ നിൽക്കുന്നെങ്കിൽ പോലും ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിൽ നിന്നാണെങ്കിൽ പോലും നമുക്കിന്ന് ചികിത്സയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ചികിത്സയുണ്ട്, എല്ലാത്തിനും എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട്. ഒരുപാട് ഏകദേശ അസുഖങ്ങൾക്ക് നമുക്കിന്ന് ചികിത്സയുണ്ട്, മരുന്നുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മരുന്നുകളുടെ ഫലപ്രദമാണ്. ഷുഗറായാലും പ്രഷറായാലും കൊളസ്ട്രോൾ ആയാലും യൂറിക് ആസിഡ് ആയാലും അങ്ങനെ പച്ചമരുന്നുണ്ട്, അല്ലാത്ത മരുന്ന് ഇംഗ്ലീഷ് മരുന്നുകളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇന്ന് ലഭ്യമാണ്. അങ്ങനെ വിഷമിക്കേണ്ട പ്രയാസപ്പെടേണ്ട അവസ്ഥയില്ല. സാമ്പത്തികമായി നമ്മൾ ഇന്ന് നെരുക്കം നേരിടുമ്പോൾ നമുക്ക് സാമ്പത്തികമായി പ്രതിസന്ധി ഇല്ലാതെ നമുക്ക് 100 രൂപ ബുദ്ധിമുട്ടിയ സമയമുണ്ട്. പക്ഷെ അന്ന് 100 രൂപയ്ക്ക് ബുദ്ധിമുട്ട്, ഇന്ന് 1,00,000 ബുദ്ധിമുട്ട്. ഇന്ന് വലിയ വലിയ പ്രശ്നത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി നമ്മൾ ഇതിനേക്കാൾ തരണം ചെയ്തിട്ടുണ്ട്. തരണം ചെയ്യാൻ നമുക്ക് പറ്റും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. നമുക്ക് പറ്റും, നമ്മളെ കൊണ്ട് സാധിക്കും. കാരണം ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അതേപോലെ മാനസികമായി പ്രശ്നങ്ങൾ, കുടുംബത്തിൽ വഴക്കുണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അടുത്ത് ഇടപെട്ടിട്ടുണ്ട്. ആ ഒരു കുടുംബജീവിതത്തിലൊക്കെ ദാമ്പത്യത്തിൻ്റെ മാതിരി നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തിരിച്ചു വരും. തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ഭാര്യയോട്, മക്കളോട് നമ്മൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയി ഭാര്യയോട് നമുക്ക് തിരുത്താം. നമുക്കൊരു സോറി പറയാം, നമുക്കൊരു മാപ്പ് പറയാം. ഒരു പറയച്ചൽ കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നമുക്കൊരു മാപ്പ് പറയുന്നതിനെ കൊണ്ട് എന്താ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് ആ തീരുമാനം എടുത്ത് തെറ്റിപ്പോയി, ഈ പ്രശ്നം ഇങ്ങനെ വരുമ്പോൾ ഞാനാകെ സ്ട്രെസ്സായിപ്പോയി, ഞാനാകെ ടെൻഷനിലായിപ്പോയി, പെട്ടെന്ന് 1-2 തീരുമാനങ്ങൾ ഒന്നിച്ചെടുക്കേണ്ട സമയത്ത് എൻ്റെ തീരുമാനം തെറ്റിപ്പോയി, നമുക്ക് അങ്ങനെയൊക്കെ പറയാം. എന്നിട്ട് മാപ്പ് നോക്കാം. ആരുമില്ലാത്ത സമയത്ത്, നമുക്ക് മക്കൾ പോലും ഇല്ലാത്ത സമയത്ത് ഒന്നിച്ച് ആ കടപ്പുറലിരുന്നു കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാതെ നമുക്ക് സൊല്യൂഷനിലേക്ക് കണ്ടെത്താം. നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കാം. പലരുടെയും പ്രശ്നം ഒന്ന് താഴ്ന്നു കൊടുക്കാൻ, ഒന്ന് താഴ്ന്നു കൊടുക്കാൻ, അവളുടെ മുമ്പിൽ ഞാനങ്ങനെ ഗമ കാണിക്കേണ്ട ആളാണ്, ഞാൻ ഇങ്ങനെ താഴ്ന്നു കൊടുക്കേണ്ട ആളല്ലെന്ന് ചിന്തിക്കാൻ നമുക്ക് താഴ്ന്നു കൊടുക്കാം. അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് പരിഹാരം ഉണ്ടാവും. ഇതിനേക്കാൾ വലുത് നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. പിന്നെന്താ, പല മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന മാർഗം നമുക്ക് നോക്കാം. എന്തെങ്കിലും ഇനിയും പറ്റുമോ എന്ന്. അതുപോലെ നല്ല പുതിയ പുതിയ കൂട്ടുകാരെ കണ്ടെത്താം. പുതിയ ബിസിനസ്സിൻ്റെ ഐഡിയകൾ നമുക്ക് നോക്കാം, ആലോചിക്കാം. എങ്ങനെയൊക്കെ ചെയ്യാം. ഇത് ആകപ്പാടെ തളർന്നുകൊണ്ടൊരവസ്ഥയില്ല. അതുപോലെ പണ്ടേ ഞാൻ പറയാറുള്ള ഒരു കാര്യം, പുസ്തകങ്ങൾ എഴുതി വെക്കുകയും എഴുതി വെച്ചാൽ നമ്മളെക്കുറിച്ച് മോട്ടിവേറ്റഡ് ഉണ്ടായ, നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ് അതൊക്കെ എഴുതി വെക്കുകയും വായിക്കുകയും ചെയ്യാം. അതുപോലെ നമ്മൾ കുട്ടിക്കാലം ഒരുപാട് കഷ്ടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് നമുക്ക് ആലോചിക്കാം. ക്യാമറ പറക്കുന്നുണ്ട്. അതാലോചിച്ചുകൊണ്ട് ഭയങ്കരമായ നമുക്കറിയാം പ്രവാസ ലോകത്ത് നാട്ടിൽ പോയിട്ട് വരുമ്പോൾ വന്നിട്ടാകുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനും പ്രയാസം ഉണ്ടാകും മനസ്സിൽ. അത് ചിലപ്പോൾ നമ്മളെ കൈയിൻ്റെ വിരലിൽ വരെ സംഭവിക്കാം. അങ്ങനെ പല പ്രഷറിലൂടെ ടെൻഷനിലൂടെ നമ്മൾ കടന്നു പോയേക്കാം. എന്നാൽ നമ്മൾ പിടിച്ചു നിൽക്കണം. സാമ്പത്തിക പ്രതിസന്ധി വന്നാലും, എന്ത് പ്രശ്നം വന്നാലും, കുടുംബത്തിൽ പ്രശ്നം വന്നാലും, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്ററിയാതെ പറ്റിപ്പോയി അബദ്ധം പറ്റിപ്പോയാലും അത് തിരുത്തുകയും നമുക്ക് തിരുത്താം. ആരോടാണെങ്കിലും, സാമ്പത്തികമായാണെങ്കിലും അല്ലെങ്കിലും മാനസികമായി നമ്മൾ ആദ്യം പറഞ്ഞ് വേദനിപ്പിച്ചതാണെങ്കിലും നമുക്ക് തിരുത്തുകയും മാറ്റുകയും ചെയ്യാം. നമുക്ക് ലൈഫ് തീർന്നു പോയിട്ടൊന്നുമില്ലല്ലോ, ഇനി കിടക്കല്ലേ ലൈഫ്. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി പറയാം. തെറ്റുപറ്റിപ്പോയി, സോറി, ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ആരായിപ്പോൾ ക്ഷമിക്കാത്തില്ല. ഏതൊരു മനുഷ്യൻ നമുക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ, നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ ആ എടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ സാരില്ലടാ പോട്ടെന്ന് പറയാത്ത ആൾ, അത്രയും മസിൽ പിടിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അങ്ങനെ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാം, നല്ല നല്ല മോട്ടിവേറ്റർ ക്ലാസ്സുകൾ കേൾക്കാം. അതുപോലെ നമ്മൾ ആ പഴയ ജീവിതത്തിലേക്ക് നമ്മൾ ഒളിഞ്ഞു നോക്കാം. എൻ്റെ വലിയ പ്രശ്നം വീട്ടില്ലാത്ത പ്രശ്നമായിരുന്നു. അന്ന് ചെറിയ 6 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഭയങ്കരമായ പ്രയാസം കടന്നു പോയിട്ടുണ്ട്. പിന്നെ വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞ ശേഷം വീടില്ലാത്തതായിരുന്നു പ്രശ്നം. ആ വീട് വെച്ചതിന് ശേഷം വാഹനമില്ലാത്തത് പ്രശ്നം. അങ്ങനെ ഓരോ പ്രശ്നത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖം, പണ്ട് ഒരു ചെരുപ്പിന് വേണ്ടി ഒരു ചെരുപ്പിടാതെ കാല് പൊക്കള പൊട്ടിയിട്ട്, അതുപോലെ നിങ്ങൾക്കറിയാം പാറയിലൂടെ നടക്കുമ്പോഴുള്ള അവസ്ഥ. ആ പാറയിലൂടെ ഇങ്ങനെ നടന്നിട്ട് കാലൊക്കെ പാറയിലിടിക്കും. കാരണം കർണാടകയിലെ മണ്ണിലൂടെ, നല്ല മണ്ണിലൂടെ നടന്ന ഒരാൾ കേരളത്തിൻ്റെ മണ്ണിലൂടെ പാറപ്പള്ളി എന്ന പ്രദേശത്തൊക്കെ നടക്കുമ്പോൾ കാല് തട്ടി നോക്കത്തുനിന്ന് ചോര പോയിട്ട് നോക്കം ഇങ്ങനെ പൊട്ടിപ്പോവും, കാലിൻ്റെ നോക്കം തെറിച്ചു പോകും, കുത്തിയിട്ട് നടന്നിട്ട്. കാരണം പരിചയമില്ല, ചെരുപ്പിടാത്ത അവസ്ഥ. അങ്ങനെ പല ട്രസ്റ്റിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നിസ്സാരം. ഒരുപാട് രാത്രികളിൽ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് വൈകി വന്നതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പുറത്ത് ഒരാളോടും പറയാതെ, വിളിക്കാതെ, പുറത്ത് മുണ്ടാതെ കടന്നിട്ട് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള നമുക്ക് ഇന്ന് ഒറ്റപ്പെട്ട ബിൽഡിങ്ങിൽ, ഈ ബിൽഡിങ്ങിൽ ഒറ്റയ്ക്ക് കിടക്കണം എന്ന് പറഞ്ഞാൽ, ഒറ്റ ബിൽഡിങ് 2 അട്ടിയുള്ള ബിൽഡിങ്ങിൽ ഒറ്റയ്ക്ക് കിടക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്സാരമായിരിക്കും.
ഇന്ന് ഒറ്റയ്ക്ക് നിലമറിച്ച് നമ്മൾ അന്ന് നേടിയെടുത്ത ആ ശക്തി, തീയിൽ മുളച്ചത് വെളുത്ത് പാടില്ലെന്ന് നമ്മൾ പറയാറില്ല, അതുപോലത്തെ ഒരു കരുത്ത് നമ്മൾ നേടിയെടുക്കണം. അതുപോലെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമ്മളെ മനസ്സിൽ തന്നെ ഉണ്ട്. സൊല്യൂഷൻ നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കണം. സൊല്യൂഷൻ ഉണ്ടാകും. ഓരോ പ്രശ്നത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഒരു പ്രശ്നത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടെന്ന് പറഞ്ഞതുപോലെ ഏതൊരു പ്രശ്നത്തിനും ഒരു സൊല്യൂഷനുണ്ട്, എളുപ്പമുണ്ട്. പല ആളുകളും നിസ്സാരമായ പ്രശ്നം വരുമ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ആ പ്രയാസത്തിലൂടെ, ചെറിയൊരു പ്രയാസത്തിലൂടെ അവർ കടന്നു പോയിട്ടില്ല, അതുകൊണ്ടാണ്. അങ്ങനെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ സമയം തേറിയിരിക്കുന്നുണ്ട്. എന്നാലും വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടാകുമ്പോൾ നമുക്ക് വീണ്ടും വരുന്ന പ്രശ്നം നിസ്സാരമായി തോന്നും. നിങ്ങൾ ഏത് പ്രശ്നത്തിൽ അഭിമുഖീകരിക്കുന്ന ആളാണെങ്കിലും, സാമ്പത്തികമാകട്ടെ, ശാരീരികമാകട്ടെ, എന്തെങ്കിലും കുടുംബപരമായ പ്രശ്നങ്ങളാകട്ടെ, ലവ് ഫെയിലർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ലവ് ഫെയിലർ എന്താ? ലവ് ഫെയിലായ ആളുകൾ, പ്രേമം പൊട്ടിപ്പോയ ആളുകൾ, അങ്ങനെ ഒരുപാട് ലവ് ഫെയിലർമാർ നമ്മൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ അവരിന്ന് കല്യാണം കഴിഞ്ഞ് ഒരുപാട് കുട്ടികൾക്കായിട്ടും ആ പണ്ടത്തെ ആ ഒരവസ്ഥ പങ്കുവെക്കാറുണ്ട് പരസ്പരം. ഭയങ്കരമായ അവർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ ചിന്തിക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ്. ഇന്ന് ആ കാമുക ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് 2 ആൺകുട്ടികൾ ഉണ്ടായേനെ, ഇന്ന് പെൺകുട്ടിയായിരുന്നെങ്കിൽ ആൺകുട്ടി ഉണ്ടായേനെ, അല്ലെങ്കിൽ ഇന്ന ലൈഫ് കിട്ടിയാനെ, അവിടെ ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയേനെ. അതുകൊണ്ട് ഒരിക്കലും തിരിച്ചു വരില്ല നമുക്ക്. ഇങ്ങനെ നമ്മൾ പറയാറില്ലേ, കഴിഞ്ഞ പോയ കാലം പോയ ബസ്സിൽ കൈയാട്ടി കാര്യമില്ല, അതേപോലെ പോയ ബുദ്ധി ആന വലിച്ചാലും വരില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ല. അത് വിട്ടുകളയുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ച പ്രശ്നം. അതേപോലെ ഇന്നലെ കഴിഞ്ഞത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി വരാൻ പോകുന്നത് നാളെ എനിക്ക് ഒരുപാട് കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് വരാമെന്ന പ്രശ്നം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്ന് നമുക്ക് ഭയങ്കര സൊല്യൂഷൻ കണ്ടെത്തേണ്ട ബുദ്ധിമുട്ടേണ്ട പ്രയാസപ്പെടുന്ന നാളെ ഈ അടുത്ത കുറച്ച് ദിവസം അല്ലെങ്കിൽ അടുത്ത കുറച്ച് പ്രാവശ്യം നമുക്ക് എന്ത് പ്രശ്നമുണ്ട്, എന്ത് വഴിയിലൂടെ നമുക്ക് കടന്നു പോകുന്നത്, എന്താ നമ്മുടെ പ്രശ്നം, എന്താ സൊല്യൂഷൻ, ഇതാലോചിക്കുക. ഭാവിയും പലരും പറയാറുണ്ട്, ഭാവിയും ഇതും, അതായത് കഴിഞ്ഞത് ആലോചിച്ച് വരാണ്ടത് ആലോചിച്ച് ഇന്ന് ജീവിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി ഇന്നത്തെ ജീവിക്കാത്തൊരവസ്ഥ ഉണ്ടാകാറുണ്ട് പലർക്കും എന്ന് പല മോട്ടിവേഷൻ ക്ലാസ്സിൽ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും നമുക്ക് അവസ്ഥ ഉണ്ടാകരുത്. ഇന്ന് നമ്മൾ നോക്കാം ഇന്നത്തെ നമ്മളെ അവസ്ഥ എന്താ. നാളത്തെ ഒരു ദിവസമോ 2 മാസമോ കുറിക്കൂടുമ്പോൾ പോലും ഞാൻ പറയാറുണ്ട്, 2 വർഷത്തിൽ കൂടുതൽ കുറിക്കും നമ്മൾ കൂടരുത്. കാരണം ഒരുപാട് വർഷത്തെ കൂടുമ്പോൾ നമ്മളേക്ക് ഒരുപാട് കാലം എങ്ങനെയാ അടുക്കുക, എങ്ങനെയാ ചിന്തിക്കുക, എങ്ങനെയാ ജീവിക്കുക, അങ്ങനെ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് 6 മാസം ആയുസുണ്ടാവും, ചിലപ്പോൾ കുറച്ച് കാലം ആയുസുണ്ടാവും. അതിന് കണക്കായി നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ, ഒരുപാട് കൊല്ലം ചിന്തിക്കുന്നതിനേക്കാൾ. അതുപോലെ നമ്മളെ പ്രശ്നത്തിന് എളുപ്പമാക്കി ചിന്തിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ പൂർണ്ണമായും മനസ്സിലായി വിചാരിക്കുന്നു. എൻ്റെ ഒരു ടെൻഷനും പ്രഷറും ഉണ്ട്, അത് വെച്ച് അതിൻ്റെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ സംസാരിക്കുന്നതും പൂർണ്ണമായും മനസ്സിലാക്കുന്നത്. അതുപോലെ നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക, നല്ല ക്ലാസ്സുകൾ കേൾക്കുക, നല്ല മോട്ടിവേറ്റഡ് ആകുക, നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കുക, നല്ല രീതിയിൽ ജീവിച്ച് പോകാം, നല്ല ആളുകളോട് പുഞ്ചിരിച്ച് നല്ല സംസാരിച്ച്. ഓക്കെ, നമുക്കെല്ലാം നല്ലത് വരുത്തട്ടെ എന്ന് ഞാൻ വീണ്ടും പറയുന്നു.